മക്കളെ, നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 30. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദിസ് ഈസ് ഫ്രം ദ ടോപ്പിക് മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, ഇതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റമാണ്. സോറി, ആംഗുലർ മൊമെൻറ്റം അല്ല, എക്സാക്ട്ലി ആംഗുലർ മൊമെൻറ്റം ആണ് ഇതിൻ്റെ സബ് ടോപ്പിക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഐ റിപ്പീറ്റ്, ടോപ്പിക് ഈസ് മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് ദ സബ് ടോപ്പിക് ഈസ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, ഇത് വളരെ ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും നല്ല രീതിയിലൊന്ന് അനലൈസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ എന്താണ് ഈ ക്വസ്റ്റൻ പറയുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റൻ ഇങ്ങനെയാണ് പറയുന്നത്: എ ബോഡി ഓഫ് മാസ് 5 kg മൂവിങ് വിത്ത് എ യൂണിഫോം സ്പീഡ് 3/√2 meter per second in xy plane along the line y is equal to x plus 4. The angular momentum of the particle about the origin will be എന്നാണ് ചോദ്യം. മക്കളെ, ആദ്യമേ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന പാത്ത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: y is equal to എന്ത്? x plus 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. y is equal to എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? x plus 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മക്കളൊരു കാര്യം ആലോചിച്ച് നോക്കി. ഇവിടെ x equal to 0 എന്നിട്ട് x equal to 0 എന്നിട്ട് കഴിഞ്ഞാൽ വെൻ x equal to 0 y-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി y equal to 0 എന്നിട്ട് കൊടുത്തേ, അപ്പോൾ എന്താകും? വെൻ y equal to 0 x equal to എന്ത് വരും? -4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഇതിൻ്റെ പാത്ത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തെന്ന് എഴുതാൻ പറ്റും? 4 എന്ന് എഴുതാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് എന്തെന്ന് എഴുതാൻ പറ്റും? 4 എന്ന് എഴുതാൻ പറ്റും. വിച്ച് മീൻസ് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 വരണ്ടേ? ആണല്ലോ. ഇനി ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 3/√2 അല്ലേ? ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഈസി മെത്തേഡ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഞാൻ അസ്യൂം ചെയ്യുകയാണ് പാർട്ടിക്കിൾ ഇവിടെ ആണുള്ളത് എന്നുള്ളത്. സോ പാർട്ടിക്കിൾ ഇവിടെയാണ്. സോ ഈ സമയത്ത് ഇതിൻ്റെ സ്പീഡ് എത്ര വന്നു? സ്പീഡ് എന്ന് പറയുന്നത് 3/√2 അല്ലേ? ഇതിന് 2 കമ്പോണൻറ്റ് കാണും. ഒന്ന് 3/√ cos θ. cos θ എന്ന് പറഞ്ഞാൽ ഇവിടെ cos 45 ആണ്. അപ്പോൾ ഇവിടെ 3 meter per second വരും. ശരിയല്ലേ? ആണല്ലോ. അതുപോലെ തന്നെ ഈ ഡയറക്ഷനിലും സ്പീഡ് എത്ര ആയിരിക്കും? 3 meter per second തന്നെ ആയിരിക്കും. ശരിയല്ലേ? ആണല്ലോ. അതെ. അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എത്രയാണെന്നല്ലേ? സോ ഇതാണ് നമ്മുടെ ഒറിജിൻ. സോ ഒറിജിനെ വെച്ച് ആംഗുലർ മൊമെൻറ്റം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇതിൻ്റെ വെലോസിറ്റി കമ്പോണൻറ്റിൻ്റെ പെർപെൻഡിക്കുലറും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കണം അല്ലേ? സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എത്രയായി? 4 ആണ്. ഇനി വെലോസിറ്റി കമ്പോണൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്? അത് 3 meter per second ആണ്. സോ ആംഗുലർ മൊമെൻറ്റം നമ്മൾ ഇവിടെ എഴുതുമ്പോൾ L is equal to, ഓക്കെ, m എത്രയാണ്? m എന്ന് പറയുന്നത് 5 ആണ്. വെലോസിറ്റിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എത്രയാണ്? അത് 3 ആണ്. ആണല്ലോ. ഇനി ഈ ബോഡീൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 4 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് എത്ര വന്നു മക്കളെ? ഇതെന്ന് പറയുന്നത് 5 3s are 15, 15 4s are 60 എന്ന് തോന്നുന്നു. വളരെ ഈസി അല്ലേ? ക്ലിയർ ആണല്ലോ.